സുഖേ, ട്രെയിൻ കണ്ടോ? എന്ത് ചെറുതാണെന്ന് നോക്കൂ. ടൂറിസ്റ്റ് സെന്ററിനായി വിടുന്ന സീസൺ സ്പെഷ്യൽ എന്ന് പറഞ്ഞില്ലേ, അതാണ്. വാ പോവാം. ചേട്ടാ, ബിസ്ക്കറ്റ് വേണോ? വേണ്ട. ഓഹോ, നമസ്കാരം ഹരിപ്രസാദ് സാർ. എന്റെ പേര് ഗിരീഷ്. ഇതെന്റെ സിസ്റ്റർ സുഭാഷിണി. അങ്ങേപ്പോലുള്ള വിദ്വാൻമാരുടെ കൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞത് തന്നെ ഞങ്ങളുടെ ഭാഗ്യം. എന്റെ സഹോദരിക്ക് അങ്ങയുടെ ഓട്ടോഗ്രാഫ് വേണമെന്ന്. അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ. അതിന് നിങ്ങളുടെ റെക്കമെൻഡേഷൻ വേണം. അവർക്ക് നേരിട്ട് ചോദിച്ചൂടെ? ഇല്ല സാർ, അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ഊമയാണ്. ഐ എം സോറി. സമയം നമ്മുടെ സ്റ്റേഷൻ എത്തിയോ? ഇല്ല ചേട്ടാ, ഇനിയും കുറെ ദൂരമുണ്ട്. ഓ, വളരെ ഉപകാരം. ആ, ഡേവിഡ് അങ്കിൾ. ചേട്ടാ, നമ്മൾ വന്ന ട്രെയിൻ ഡ്രൈവർ ആരാണെന്നറിയോ? ഡേവിഡ് അങ്കിൾ. അങ്കിൾ, അയ്യോ സൂക്ഷിച്ച്. എപ്പോഴും നീ ലേറ്റാണ് കഴുത. ക്ഷമിക്കണം അങ്കിൾ. അതുമാത്രം പറയാറിയാം. എത്ര നേരമായെന്നോ വണ്ടി നിർത്തിയിട്ട്. ഇതാ ടിക്കറ്റ്. വല്ലതും കഴിച്ചോ? ഇല്ല അങ്കിൾ. ഇതാ
ഇവിടെയല്ല, വണ്ടിക്കകത്ത്. വാ. ചേട്ടാ, ഡേവിഡ് അങ്കിൾ. അങ്കിൾ സുഖം തന്നെയല്ലേ? ഫൈൻ. അങ്കിൾ, ഇതാ ചേട്ടന് പുതിയ റെക്കോർഡ്. അതെയോ? താങ്ക് യു. അങ്കിൾ വേണ്ട ഹരി, നീ ഇപ്പൊ വലിയ ആളാണ്. നിന്നെ ഞാനാണ് ബഹുമാനിക്കേണ്ടത്. വരട്ടെ മോളെ. ബൈ അങ്കിൾ. ഹരി, ഹരി, ചേട്ടാ, കാത്തിരിക്കാം. मेरा बाय ഹരി. കാസിം, നിങ്ങൾ വേറെ കണ്ടു ഹരിയെ വന്നെങ്കിൽ അയ്യോ, അവര് നമ്മളാളുകളാ. എന്നാ നിങ്ങൾ വരി. അപ്പോഴേ നിങ്ങളൊക്കെ എത്ര ദിവസം ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞാൽ അത്ര ദിവസം നിങ്ങൾക്ക് വേണ്ടി വണ്ടി ഇവിടെ ഇടും. 4-5 ദിവസം ഉണ്ടാവും. പിന്നെ സുഫയുടെ ഇഷ്ടം. 4-5 ദിവസോ? അതൊന്നും പോരാ. അല്ല, നിങ്ങൾ പടങ്ങളൊക്കെ വരയ്ക്കുമല്ലേ? പ്രതിമകളും ഉണ്ടാക്കുമല്ലേ? കവിതകളും എഴുതുവോ? അയ്യോ, നിങ്ങളൊരു വലിയ കലാകാരിയാണല്ലോ. നിങ്ങൾക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ വളരെ ഇഷ്ടപ്പെടും. അല്ല, നിങ്ങൾക്ക് ചെറിയ ശബ്ദം കൂടി കേൾക്കാൻ കഴിയുന്നല്ലോ. ഞങ്ങളുടെ അയലത്തൊരു ഊമയുണ്ടായിരുന്നു. പാവം, അയാൾക്ക് ചെവിയും കേൾക്കില്ല. ശരിക്കും പൊട്ടൻ. സമയോ? ചേട്ടാ, എന്റെ അനിയത്തി, ഷീസ് എ ഫൂൾ. സോറി. കൊട്ടം കുറവേ, കൊട്ടം കുറവേ. എടാ സുകുമാര, നിർത്ത്. എടാ ഹരി, എന്റെ പൊന്നു മോനെ, ഈ നമസ്തേ കിഴവൻ മുത്തച്ഛാ. ചാകുന്നതിന് മുമ്പ് വന്നല്ലോടാ. സുഖം തന്നെയല്ലേ മോനെ? സുഖമായിരിക്കുന്നു മുത്തച്ഛ. ദീർഘായുസ്സുണ്ടാവട്ടെ. മുത്തശ്ശ, ഇതെങ്ങനെയുണ്ട്? എടി, നീ അങ്ങ് വളർന്നു പോയല്ലോ. ഞങ്ങൾ പോട്ടെ ഹരി. ഇതാരാ, കൂട്ടുകാരാണോ? അതെ. കല്യാണത്തിന് വന്നിട്ടൊന്നും കഴിക്കാതെ പോകരുത്. വന്നാട്ടെ, നാണിക്കൊന്നും വേണ്ട. വാ പതുക്കെ. വാ. ആ വാ. എടാ ഗോപാല, ഹരിപ്രസാദ് ഇവനാണ്. നിന്നെ അവനെന്ന് ഇവനെന്ന് ഒന്നും വിളിക്കുന്നതിൽ വിഷമിക്കണ്ട കേട്ടോ. അന്ന് പേപ്പറിൽ കണ്ടില്ലേ അനുമോദനം സമ്മാനവും ഒക്കെ? അത് ഇവനാണ്. അതെല്ലാം കളഞ്ഞിട്ട് വന്നിരിക്കുക. ഇവൻ സ്നേഹമുള്ളവനാ. വാ, വന്നാട്ടെ. വാഹരി സമയത്തിന് തന്നെ എത്തി. സമയം എന്താ ചേട്ടാ? അമ്മായി എവിടെ ഇരിക്കുക? ഇതാ അവിടെ ഉണ്ട്. വരൂ ചേട്ടാ. ഹരി, നല്ല മുഹൂർത്തം എന്ന് പറഞ്ഞ ഇതാ. എടാ സുകുമാരാ, കേട്ടടാ, കൊട്ടം കുറവേ. എന്റെ കൈ തരൂ ചേട്ടാ. വിധാത ചേതസിൽ പ്രഭവം കൊണ്ടൊരു അനാദി ജീവനവേദം. പ്രാണസിരകൾക്ക് സ്പന്ദനം നൽകിയ ആദി പ്രണവനാദം. ഓം ഹൃദയ കലികയിൽ പ്രതിബിംബിക്കും വിശ്വരൂപ വിലാസം. ഹൃദയവനികയിൽ പ്രതിധ്വനിക്കും സ്വർണവിപഞ്ചി ഗാനം.
എന്താ ഇതിന്റെ അർത്ഥം? ചേട്ടാ, മുത്തശ്ശൻ ഇതിന്റെ അർത്ഥം എന്താ ചോദിക്കുന്നത്? സരസസ്വര സുര നദീഗമനമായി സാമവേദ സാരമായി സരസസ്വര സുര നദീഗമനമായി സാമവേദ സാരമായി ഞാൻ പാടും ജീവനഗീതം സംഗീതം വിരിഞ്ചനാൽ വിരചിതമായി ഈ കവനം വിപഞ്ചിയെ വിലുളിതമാക്കി ഈ ഗീതം. പാരിനും വിണ്ണിനും മേലെ ദിനകരമയൂഖമാലയ്ക്കുമേലെ പാറുന്ന വിഹംഗം പോലെ വിശാല ഗഗനപഥങ്ങളിലൂടെ പാരിനും വിണ്ണിനും മേലെ ദിനകരമയൂഖമാലയ്ക്കുമേലെ പാറുന്ന വിഹംഗം പോലെ വിശാല ഗഗനപഥങ്ങളിലൂടെ മധുരിത കളകള ശ്രുതിലയ സ്വരഗതി അവനെ ആരാധികയാക്കി വിശ്വകാവ്യമതിനൊരു ഭാഷ്യവുമായി വിരിഞ്ചനാൽ വിരചിതമായി ഈ കവനം വിപഞ്ചിയെ വിനുളിതമാക്കി ഈ ഗീതം. ആനന്ദമാകും കാലം പകരും ജീവനനാദ തരംഗം ഏകാന്തതയെ സ്പന്ദിതമാക്കും ഹൃദയമൃദംഗധ്വാനം ആനന്ദമാകും കാലം പകരും ജീവനനാദ തരംഗം ഏകാന്തതയെ സ്പന്ദിതമാക്കും ഹൃദയമൃദംഗധ്വാനം ചരാചരങ്ങൾ ആദിതാളമതിലുണർന്നു നിൽക്കും ഒരു നിമിഷം ഏതോ രചനാ ചാതുരിയാൽ വിരിഞ്ചനാൽ വിരചിതമായി ഈ കവനം വിപഞ്ചിയെ വിനുളിതമാക്കി ഈ ഗീതം. എന്നുച്ഛ്വാസം കവനം എന്നിശ്വാസം ഗാനം എന്നുച്ഛ്വാസം കവനം എന്നിശ്വാസം ഗാനം സരസസ്വര സുര നദീഗമനമായി സാമവേദ സാരമായി ഞാൻ പാടും ജീവനഗീതം സംഗീതം. സുഭാഷിണി, ഈ കോട്ടകൾക്കും ശില്പങ്ങൾക്കും പിന്നിലുള്ള എത്രയോ കഥകൾ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കഥകൾക്കൊപ്പം തന്നെ ഹരിപ്രസാദിന്റെ ജീവിതം ഇവിടെയാണ് ആരംഭിച്ചതെന്ന് സത്യം രേഖപ്പെടുത്തും. ഹരി മുമ്പെല്ലാം അവിടെ ഇരുന്ന് ഫ്ലൂട്ട് വായിക്കുമായിരുന്നു. ആ, അവിടെ തന്നെ. ആ, അത് കേട്ട് ജനങ്ങളെല്ലാം മതിമറന്ന് ഹരിയുടെ ചുറ്റും മന്ത്രശക്തിയാൽ എന്നപോലെ നിൽക്കുമായിരുന്നു. യെസ്, ദാറ്റ് വാസ് ദ പ്ലേസ്. പുസ്തകങ്ങളെല്ലാം എടുത്തിട്ടില്ലേ? എടുത്തിട്ട് 1 മണിക്കൂറായി. നീ തുടങ്ങ്. തുടങ്ങാൻ പോവുകയല്ലേ? എഴുതിക്കോ.
എഴുതുന്നുണ്ടോ? നീ പറഞ്ഞതല്ലേ അവരെഴുതാൻ പറ്റൂ. പിന്നെ പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ചുരുതി എത്രയാ മോളെ? അവരോട് ചോദിച്ചാൽ എങ്ങനെയാടാ പറഞ്ഞു കൊടുക്കേണ്ടത്? നീയല്ലേ? അതെ, പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ചേട്ടാ എന്താ വേണ്ടത്? അവിടെ അതാ ഇവിടെ ഉണ്ട്. വീണ്ടും എവിടെ കാണാ പോണേ? ആവശ്യൂ പോയിട്ട് വരാൻ നാശം. സ്വരം പാടുന്നതിനുള്ളിൽ സന്നിവാദം സ്വരം വരുമെന്നാ തോന്നുന്നത്. എന്തൊരാശ്വാസം. മോളെ ഇപ്പൊ ഒന്ന് പാടിക്കേ, കറക്റ്റ് ആയിരിക്കും തോന്നുന്നു. ഓ അയ്യോ, അവൻ വീണ്ടും വരുന്നുണ്ടല്ലോ. എന്താ പിന്നെയും ഇപ്പോഴല്ലേ ഇവിടുന്ന് പോയത്? വയറ്റിന്റെ കുഴപ്പോ അതോ അടുത്ത റൂമിൽ ഹരി ഉള്ളത് കൊണ്ടോ? രണ്ടാമത്തത് തന്നെ. ഹരി എന്തിനാ പേടിക്കുന്നത്? നിങ്ങളാണെങ്കിൽ സംഗീതം അരച്ചു കുടിച്ച പണ്ഡിതൻ, അവനാണെങ്കിൽ സരിഗമ പോലും അറിയാത്തൊരു പാവം. നിർത്ത്. അന്ന് പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. മാപ്പ്. അവിടെ അങ്ങേര് മദ്ദളം കൊട്ടുന്നു, ഇവിടെ നീ ചെണ്ട കൊട്ടുന്നു. നാശം. ഇന്നലെ ഹരിയുടെ പാട്ട് കേട്ടപ്പം തൊട്ട് എന്റെ അടിവയറ്റിനകത്തിരുന്ന് ആരോ പെരുമ്പറ കൊട്ടണ്. കുറച്ച് പ്രസാദം ഇതാ, ധൈര്യമെങ്കിലും വരട്ടെ. പാട്ടും വരുന്നില്ല. വേണ്ട കുട്ടികളെ, പിന്നൊരിക്കൽ പാടാം. ഇപ്പൊ തന്നെ പാടു സാർ. എപ്പോഴും എനിക്ക് മാസ്റ്റർ മുന്നിൽ പാടാൻ ഭയമാണ്. അപ്പൊ ഇന്നലെ മാസ്റ്ററുടെ മുന്നിൽ വെച്ച് പാടിയതോ? തെറ്റിച്ചു പാടിയാൽ 10 പേരുടെ മുന്നിൽ ഒന്നും പറയില്ലെന്ന ധൈര്യം കൊണ്ട്. വരും, പഠിത്തം തുടങ്ങും. പോയിരിക്കും. പ്രസാദം വാങ്ങിക്കും മോനെ. ചേട്ടാ ഒരു വഴിക്കിറങ്ങുമ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചുകൂടാ എങ്കിലും? ഒരു പ്രാവശ്യം നമ്മുടെ നാടും കോവിലും കുളവും ഒക്കെ ഒന്ന് ചുറ്റിയിട്ട് വരാം. ചേട്ടൻ്റെ കൂടെ ഞാനും വരട്ടെ? വേണ്ട. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലവും ഞാൻ കളിച്ചു കിടന്ന വഴികളും ഒരിക്കലും മറക്കില്ല കുട്ടി. ഇതിനെന്താ വില?
കരളിന്റെ മണി വേണു സംഗീതമയമാക്കി. നല്ല നാളിനായി ഞാൻ നെയ്തു സ്വരമാല്യം, ഈ നല്ല നാളിനായി ഞാൻ നെയ്തു സ്വരമാല്യം. പൂങ്കനവുകൾ എന്നത് എന്തേ, ആ കനവുകൾ പൂക്കുവതെവിടെ? പൂങ്കനവുകൾ എന്നത് എന്തേ, ആ കനവുകൾ പൂക്കുവതെവിടെ? എൻ ജീവൻ തേടും ഇവിടെ, ഈ കാറ്റിൽ, ഈ മണ്ണിൽ, ഈ വഴിയിൽ തനിയേ ഞാൻ അറിയാത്ത നാളങ്ങളെ തിരയുന്നു തീരങ്ങളിൽ. ഈ കാറ്റിൽ, ഈ മണ്ണിൽ. ഏതാണ് ശില്പങ്ങൾ, ഏതാണ് വർണ്ണങ്ങൾ, എൻ കണ്ണിൽ തെളിയാതെ, എൻ കൈകളറിയാതെ. ഏതാണ് ശില്പങ്ങൾ, ഏതാണ് വർണ്ണങ്ങൾ, എൻ കണ്ണിൽ തെളിയാതെ, എൻ കൈകളറിയാതെ. ആരെഴുതിയ കാവ്യങ്ങൾ, ഈ ഉലകിൻ നാദങ്ങൾ, ആരെഴുതിയ കാവ്യങ്ങൾ, ഈ ഉലകിൻ നാദങ്ങൾ. അവ എന്നെ നയിക്കുന്നു, അഴകിൽ ഞാൻ ലയിക്കുന്നു. അവ എന്നെ നയിക്കുന്നു, അഴകിൽ ഞാൻ ലയിക്കുന്നു. ആരാത്? ഓ, നിങ്ങളോ? നിങ്ങളുടെ ചേട്ടൻ കൂടെ ഇല്ലേ? ഒറ്റയ്ക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു? ഓ, അത് ശരി. നിങ്ങൾക്ക് ചിത്രങ്ങളും ശില്പങ്ങളും വലിയ ഇഷ്ടമാണല്ലേ? അല്ല, ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടായോ? എനിക്ക് കഴിയുമ്പോഴെല്ലാം ഇവിടെ ഇരുന്ന് ഓടക്കുഴൽ വായിക്കും. ജനങ്ങൾ ഇഷ്ടപ്പെട്ട് എനിക്ക് എന്തെങ്കിലും തരും. നിങ്ങളും എന്തെങ്കിലും തരൂ, ഞാൻ വായിക്കാം. എന്താ കയ്യിൽ കിട്ടുന്നത്? വിദ്വാൻമാർക്ക് കൊടുക്കുന്ന പോലത്തെ കാപ്പാണോ? ഇത് സ്വർണമാണോ, വെള്ളിയാണോ, ചെമ്പാണോ? എന്റെ മനസ്സുപോലെയാണെങ്കിൽ ചെമ്പാണ്. നിങ്ങളുടെ മനസ്സ് തങ്കമാണ്. അപ്പൊ ഇതും തങ്കമായിരിക്കും.
ഫിറോസ് ഖാൻ. പിന്നെ എന്താടാ എന്നെ കണ്ട ഉടനെ ചുരുട്ട് താഴെയിട്ട് മര്യാദ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എടാ വിവരം കെട്ടവനെ, ഞാൻ പറഞ്ഞ പണികളെല്ലാം ചെയ്ത് തീർത്തോ? എപ്പോഴേ ചെയ്തു തീർത്തു. അധ്യക്ഷനായിട്ട് ആ സ്റ്റേഷൻ മാസ്റ്റർ വിളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ സ്ഥലത്തില്ല. സ്ഥലത്തുണ്ടാകുന്നാലും അങ്ങനെ വേണ്ട. നമ്മുടെ ഡേവിഡ് സാറി എന്ന് കളക്ടർ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹം സന്തോഷമായിട്ട് വരില്ലേ? സന്തോഷമായിട്ട് വന്നാലും വേണ്ട, ഞാൻ തന്നെ അധ്യക്ഷൻ. ഓ മുത്തച്ഛ, ഇങ്ങനെയാണോ ഇൻവിറ്റേഷൻ അടിക്കാൻ പറഞ്ഞത്? ഇതും പിടിച്ചോണ്ട് ഇത്ര നേരം തെണ്ടി കിടക്കാന്നോടാ. ചേട്ടാ ഒരു മിനിറ്റ് അകത്തേക്ക് വരും. പറ്റില്ല, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാകും. അവന് വേറെ പണിയുണ്ട്. ഓ പിന്നെ ഈ പ്രസിൽ പോയിട്ട് വേടാ. പോകാം, പക്ഷെ സ്വീകരണത്തിന് അയക്കുന്ന ക്ഷണപത്രികയിൽ ഈ ശ്ലോകങ്ങളെല്ലാം അച്ചടിച്ചാൽ അത്ര നന്നായിരിക്കില്ല. വളരെ നന്നായിരിക്കും. നീ പറഞ്ഞ പോലെ പോയി ചെയ്യേ. നില്ല് കാർഡടിക്കാൻ പോണെന്നും പ്രിന്റ് ചെയ്യാൻ പോണെന്നും പറയുന്നതൊക്കെ ശരി. എന്നാൽ ഹരിപ്രസാദിനോട് കൂടെ ഒരു വാക്ക് പറയാതെ ചെയ്യുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. ശരിയാണെന്നാണ് എന്റെ അഭിപ്രായം. അതൊക്കെ ശരി. നമ്മളെല്ലാം ഏർപ്പാടും ചെയ്ത ശേഷം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെന്നവൻ പറയില്ല. നീ വായ അടക്കടാ. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നോക്ക്, നാളെ എന്റെ അധ്യക്ഷയിൽ കൂടുന്ന യോഗത്തിൽ വെച്ച് നിന്നെ ഞാൻ ഏത്ത വിളിക്കും. നാശം. ശകുനം മുടക്കി നീ പോടാ. പോവാം. നിങ്ങൾ പോയി പറഞ്ഞ പണികളെല്ലാം ചെയ്യാൻ നോക്ക്. നമസ്കാരം മുത്തച്ഛ. എന്താണ് രണ്ടുപേരും കൂടി ഈ വെയിലത്ത് എവിടുന്ന് വരുന്നു? മറ്റന്നാൾ ഞങ്ങൾ പോവല്ലേ മുത്തശ്ശ? ട്രെയിൻ ടിക്കറ്റ് വാങ്ങാൻ ഈ ചേട്ടനോട് സ്റ്റേഷനിൽ പോയതാ. കൊണ്ടുപോയി ക്യാൻസൽ ചെയ്തിട്ട് വാ. ഞാൻ പറഞ്ഞതിന് ശേഷം ടിക്കറ്റ് എടുത്താ മതി. മോനെ ഗിരീഷേ, എന്തോ? നിങ്ങളുടെ ആവശ്യമുണ്ട് ഇവിടെ. ഹരി നമ്മുടെ കുട്ടിയാണ്. അവന് ഇവിടെ കളിച്ചു നടന്ന് വളർന്നവനാണ്. ഇപ്പോ വലിയ ആളായി പോയി, പ്രശസ്തനായി പോയില്ലേ? അവന് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു വലിയ സ്വീകരണം കൊടുക്കാൻ പോവുകയാണ് മോളെ. അതുകൊണ്ട് നീയും സുഭാഷണിയും എല്ലാവരും ചേർന്ന് ഈ സ്വീകരണം നന്നായി നടത്തിച്ചു തരണം മോനെ. തീർച്ചയായും മുത്തച്ഛ. നിൽക്കൂ ഗിരീഷേ, അതെന്താ മുത്തശ്ശ? അത്യാവശ്യം പറയേണ്ടത് പറയാതെ അയച്ചാലോ? അയച്ചില്ലല്ലോ, അവരെങ്ങും പോണില്ല. അതല്ല, അവന്റെ അനിയത്തിയെ കൊണ്ട് നമ്മുടെ ഹരിയുടെ പടം ഒന്ന് വരപ്പിക്കണ്ടേ? മോനെ ഗിരീഷ്, സ്വീകരണം കൊടുക്കണമെന്നത് എന്റെ ആഗ്രഹമെങ്കിൽ ഹരിയുടെ പടം വരച്ച് ലൈബ്രറിയിൽ വെക്കണമെന്നത് ഇവളുടെ ആഗ്രഹം. നല്ല കാര്യം. അതുകൊണ്ട് നിന്റെ അനിയത്തിയോട് പറഞ്ഞ് ഹരിയുടെ പടം ഫസ്റ്റ് ക്ലാസ് ജഗ ജോറായി കണ്ണു നിൽക്കുന്നത് പോലെ പെയിന്റ് ചെയ്യിക്കണം. അത് നിന്റെ ചുമതലയാ മോനെ. അതൊക്കെ ഞാൻ ഏറ്റു. അവളോട് പറയാം. വരട്ടെ. ഓ, നിങ്ങളോ? ഇത് കണ്ടോ, മുറിവെല്ലാം ഉണങ്ങി. ഇവിടെ ഒരു വിനായകന്റെ വിഗ്രഹം ഉണ്ടായിരുന്നല്ലോ. അല്ല, നിങ്ങളെന്താ ഇവിടെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഓ, എന്റെ പടം വരയ്ക്കുകയാണല്ലേ? എന്തിനാണിത്? ആ മുത്തച്ഛന് ഭ്രാന്ത. എന്റെ മുഖം എങ്ങനെ ഇരുന്നാലും കണ്ണുകൾക്ക് നല്ല ഭംഗിയുണ്ടത്രേ. അത് നന്നായി പെയിന്റ് ചെയ്യണം കേട്ടോ. സൂക്ഷിച്ച് പതുക്കെ. നിങ്ങൾ വരച്ചതിന് ശേഷം എന്നെ ഒന്ന് കാണിക്കണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് മുഖത്ത് നോക്കി പറയും.
വിധാത ചേതസിൽ പ്രഭവം കൊണ്ടൊരു അനാദി ജീവനവേദം. പ്രാണസിരകൾക്ക് സ്പന്ദനം നൽകിയ ആദി പ്രണവനാദം. ഓം ഹൃദയകലികയിൽ പ്രതിബിംബിക്കും വിശ്വരൂപ വിലാസം. ഹൃദയവനികയിൽ പ്രതിധ്വനിക്കും സ്വർണവിപഞ്ചി ഗാനം. പണ്ഡിറ്റ് ശ്രീ ഹരിപ്രസാദിനെ അനുമോദിച്ചുകൊണ്ടുള്ള സ്വീകരണ സഭ ആരംഭിക്കുന്നതിന് മുമ്പ് ഗാർലൻഡിംഗ്. ബഹുമാനപ്പെട്ട നമ്മുടെ സഭാധ്യക്ഷൻ നിർത്ത്. ശ്രീ രാമൻ. ആദ്യമായിട്ട് ആരാർപ്പണം ചെയ്യേണ്ടത് പണ്ഡിറ്റ് ഹരിപ്രസാദ് അവർകൾക്കാണ്. ഇനി എനിക്ക് നില്ല്. ഇവൻ എന്റെ മകളുടെ മകൻ, എന്റെ ചെറുമകൻ. ഇവൻ എന്റെ ഉറ്റ സ്നേഹിതൻ വിഷ്ണു നമ്പൂരിയുടെ മകൻ. വിഷ്ണു നമ്പൂരി വളരെ പ്രശസ്തനായ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അതിലും പ്രശസ്തനായി. ഇവനും എന്റെ ചെറുമകൻ തന്നെ. അത് രക്തബന്ധമാണെങ്കിൽ ഇത് ആത്മബന്ധം, ജന്മസുഹൃതം. പിന്നെ മക്കളും മക്കളും വളർന്നു വലുതാകുന്നത് വരെ ജീവനോടിരിക്കുന്നത് തന്നെ എന്റെ മഹാഭാഗ്യം. ഇവൻ ഇനിയും വളരും, വലിയ വലിയ ഉയർന്ന ബിരുദങ്ങൾ നേടും. അപ്പോ നമുക്കെല്ലാം ചേർന്ന് ഇതിലും വലിയൊരു സ്വീകരണം അവന് കൊടുക്കണം. അപ്പോൾ ഇതിലും കൂടുതൽ സംസാരിക്കും സ്പീച്ച്. ഇപ്പോൾ എനിക്ക് സന്തോഷമായി. അനുഗ്രഹിക്കുന്നു മോനെ. ആയുഷ്മാനുഭവ, ആയുരാരോഗ്യ ഐശ്വര്യാഭിവൃദ്ധിരസ്തു. ഇരിക്കും മകനെ, ഇരിക്ക്. ഇനി ഒരു വിശേഷം കൂടിയുണ്ട്. കുമാരി സുഭാഷിണിയോട് ഹരിയുടെ പടം വരച്ചു തരാമോ എന്ന് ചോദിച്ചു. അവളും അതിന് സമ്മതിച്ചു. അവൾക്കും ഞങ്ങളുടെ കൃതജ്ഞത. ഈ ചെറിയ കോൺഫറൻസ് ഹാൾ നമുക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തു തന്ന ഇവളുടെ സഹോദരൻ ഗിരീഷിനും നന്ദി. ഈ സമ്മേളനത്തിന്റെ അവസാനം നമ്മുടെ ഹരി നമുക്ക് വേണ്ടി ഒരു വിരുന്ന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ഫാറിൻ സ്റ്റൈൽ. നിങ്ങൾ എല്ലാവരും അതിൽ സംബന്ധിക്കണമെന്നാണ് അവന്റെ ആഗ്രഹം. ഇപ്പോ ഹരിയുടെ ചിത്രം കാണാം. മോളെ ജാനകി, ഹരിപ്രസാദിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞിട്ട് ഇതെന്തോന്ന അർത്ഥമില്ലാതെ. നീ വായടച്ചു മിണ്ടാതിരുന്നാൽ അതിനും അർത്ഥം വരും. ആ പെൺകുട്ടി ബുദ്ധിയുള്ളവളാ. എന്തെങ്കിലും അർത്ഥം കാണാതെ അവൾ അത് വരയ്ക്കില്ല. അതല്ല, എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് വരച്ചാ നന്നാവില്ല. അപ്പോൾ സാധാരണ ഫോട്ടോ പോലാകും. അവിടെ ഇരി, അവൾ പറയും. ചന്ദ്രനോ? ആഹാ, മനസ്സിലായോ? നമുക്കെല്ലാം ഉള്ളത് സാധാരണ കണ്ണുകളാണെങ്കിൽ ദൈവാംശമുള്ള ഇവന്റെ ഒരു കണ്ണ് സൂര്യൻ, മറ്റേ കണ്ണ് ചന്ദ്രൻ. ഓങ്കാരം. ആഹാ, അവന്റെ നാസിക പുല്ലാങ്കുഴലായി. അവന്റെ ഉച്ഛ്വാസ നിശ്വാസങ്ങൾ പ്രണവനാദമായി ഓങ്കാരത്തെ മുഴക്കുന്നു.
ജ്ഞാനക്കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു യോഗിയാണത്രേ. സുഭാഷണി എത്ര അർത്ഥത്തോടെയാണ് നിന്റെ പടം വരച്ചിരിക്കുന്നത് നോക്കടാ. സംയു, എന്ത് ചേട്ടാ? give me a garden, please. വേണ്ട, പ്ലീസ്. Come on, please. Come on, yeah. ഞാനൊരു അറ്റത്തിരുന്നോളാം. ഞാൻ പറ്റേ. എവിടേക്കാ? ഈ കുട്ടിക്കും ഡാൻസ് അറിയാം. എന്താ എന്താ ബഹളം? എന്തു പറ്റി? അവിടെ മുറിക്കകത്തോ? എന്താ നിന്റെ റൂമിലോ? ആ വാ, പോയി നോക്കാം. വാ, ഞാനുണ്ടല്ലോ കൂടെ. വാന്ന്. ഇവിടെയോ? അവിടെയോ? ഇവിടെ ഒന്നുമില്ലല്ലോ. നിനക്കെന്താ കുഴപ്പം ഈ സമയത്ത്? എന്താ ഇത്ര സന്തോഷം? സ്വപ്നത്തില്? ആ, നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദ്യം നിന്റെ കല്യാണം നടക്കണം. അതിനുശേഷം മതി എന്റേത്. ഞാൻ പറഞ്ഞാ കേക്കില്ലെന്നോ? എപ്പോ ചോദിച്ചാലും ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയുന്നു. അത് ശരി, ഇപ്പോഴോ? ഈ അർദ്ധരാത്രിയിലോ? കല്യാണം എന്ന് പറയുന്നത് കളിയല്ല. ഡോണ്ട് ജോക്ക്. സത്യമാണോ ഈ പറയുന്നത്? ആരെ?
ഹരിപ്രസാദിനെയോ? വളരെ നാളുകൾക്ക് ശേഷം നിങ്ങൾ നാട്ടിലേക്ക് വന്നതും പത്രത്തിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതും ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഹരിപ്രസാദ് സാർ, ഈ കാലഘട്ടത്തിലെ സംഗീതത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. എക്സ്ക്യൂസ് മീ സർ. ഏത് സംഗീതത്തെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള അർഹത എനിക്കില്ല, ക്ഷമിക്കണം. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. സാർ വളരെ ബുദ്ധിമുട്ട് ഒഴിഞ്ഞു മാറുകയാണല്ലോ. സംഗീതത്തിലുള്ള സാറിന്റെ കഴിവ് ഈ ലോകം മുഴുവൻ പ്രസിദ്ധമാണ്. എന്നിട്ടാണോ അർഹതയില്ലെന്ന് പറയുന്നത്? കൊള്ളാം സാർ. സത്യമായും സംഗീതത്തെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ഓടക്കുഴൽ പോലെ ഞാൻ വെറും ഒരു ഉപകരണമാണ്. എനിക്ക് പ്രചോദനം നൽകുന്ന ഏതോ ഒരു ശക്തിയാണ്. ആ ശക്തി ജ്യോതിർമയിയാണ്. അതുകൊണ്ടാണോ നിങ്ങൾ ഓരോ റെക്കോർഡും ജ്യോതിർമയ്ക്ക് വേണ്ടി സമർപ്പണം ചെയ്തത്? ആരാ ഈ ജ്യോതിർമയി? നിങ്ങൾ പൂജിക്കുന്ന ദേവതയാണോ? ശരിയാണ്, എനിക്ക് വരം തന്ന ദേവത, എന്റെ ഇരുണ്ട ജീവിതത്തിൽ വെളിച്ചം പരത്തിയ രാഗദേവത ജ്യോതിർമയി. ജ്യോതി ഹരിയുടെ ജീവിതത്തിൽ വളരെ വിചിത്രമായിട്ടാണ് പ്രവേശിച്ചത്. അതിനു മുൻപ് അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു. ഇതാ ഈ കുട്ടിയും അവനും ചേർന്ന് വയറ്റുപഴുപ്പിന് വേണ്ടി അവർക്കറിയാവുന്ന പാട്ടുപാടി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഫോർട്ട് ബിലോങ്സ് ടു ദി 16th century. ചേട്ടാ, ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം. ശരി. This was designed by such a great architect whose name was established in every part and part of this most enchanting fort. മാസ്റ്റർ സ്കൂളിലേക്ക് പോയോ? ഇല്ല, നീ വരുന്നു പറഞ്ഞിരുന്നു. ഇതാ ടിഫൻ, നീ പോ. അയ്യോ, മണ്ണെണ്ണയ്ക്കും കുടിവെള്ളത്തിനുമാണ് പഞ്ഞു വന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ ശകുനത്തിനും കൂടിയോ? നല്ല ശകുനം കിട്ടിയില്ലെങ്കിൽ ഒരു കണ്ണാടി മുന്നിൽ വെച്ച് എന്നെ തന്നെ ശകുനം കണ്ടുകൊണ്ട് പോയി തൊലയും. നാശം. പോകാനുള്ളവരെല്ലാം പോയി കഴിഞ്ഞു. ഇപ്പൊ ഒറ്റ കുഞ്ഞില്ല, വഴി ശൂന്യം. ഓഹോ, ശൂന്യത്തിൽ നിന്നാണല്ലോ പ്രപഞ്ചം തന്നെ ഉണ്ടായത്. ഇതിനേക്കാൾ നല്ലത് വേറെ കിട്ടില്ല. ഈ ശകുനം ശകുനം എന്ന് പറഞ്ഞിരുന്നാലേ എന്റെ ജോലി തന്നെ ശൂന്യമായി പോകും. നാശം. ഹരി, സുകുമാരനോ? അതെ ഹരി. എടാ. ഞാൻ എന്റെ ചെമ്പ് 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 പിടി, ചെമ്പ് പിടിച്ചോ, 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 പിടിച്ചോ. ദേ പോയി എന്റെ അപ്പാ. ചേട്ടാ, മാസ്റ്റർ. നമസ്കാരം മാസ്റ്റർ. ചെമ്പ് പിടിക്കാൻ പറഞ്ഞപ്പോ നമസ്കാരം. ബാബു ചെല്ലുന്ന പാതാളം. മാസ്റ്റർ, പുതിയ രാഗം ഒന്ന് പഠിച്ചിട്ടുണ്ട്, കേൾക്കുന്നു. സ്വർഗത്ത് പോയാൽ കൂടെ നിനക്ക് സംഗീതം വരില്ല. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. മാസ്റ്റർ, ആ രാഗം മുത്തശ്ശനും കേട്ടു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ, ഇവന്റെ മുഖത്ത് നിന്ന് രാഗം വരികയോ? അങ്ങേര് എന്തോന്ന് കേട്ടോ, ഇവൻ എന്തോന്ന് വായിച്ചു. നല്ല രാഗമാണ്, തകരധ്വനി. എന്താത്? തകരധ്വനിയോ? ഞാനല്ല. ഇതേത് രാഗം? ഏതോ രോഗത്തിന്റെ പേര് പോലും ഉണ്ടല്ലോ. അത് മനസ്സിലായില്ലേ? തകരത്തിന് പുറത്ത് മഴത്തുള്ളി വീഴുമ്പോൾ ഉണ്ടാകുന്ന രാഗം തകരധ്വനി. എടാ, മിണ്ടാതിരിയെടാ. എടാ, നിർത്താൻ. എടാ, എടാ, നിർത്താൻ. പണ്ട് രാഗം കേട്ട് പാറ പോലും ഒരു വെള്ളമാകുമെന്ന് കേട്ടിട്ടുണ്ട്. നിന്റെ പാട്ട് കേട്ട വെള്ളം പോലും പാറയായി പോകും. എന്തിന്റെയും കുടത്തിന്റെയും ഒക്കെ മാർക്കറ്റ് പോകും. മിണ്ടാതിരി. ഇന്ന് കർക്കിടക മാസം, തിങ്കളാഴ്ചയാണ്. ശുദ്ധമായിട്ടൊന്ന് മുങ്ങിപ്പിടിച്ച് എന്നെ ഒന്ന് ജപതപനിക്കാൻ വിടറാ. അപ്പോ ജപതപരാഗം പാടാം. അയ്യോ, അയ്യോന്നും വേണ്ട, ജപം ചെയ്യാൻ എനിക്കറിയാം. ജപം ഞാൻ ചെയ്തോളാം. നീ തപം ചെയ്ത് തൊല. എന്തോന്ന് ചേട്ടാ മാസ്റ്റർ ഇങ്ങനെ? തെറ്റാ സന്ദീപ്, തമാശയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ അങ്ങനെ ചെയ്തു. അല്ല, ഇന്നലെ ഡേവിഡ് ഞങ്ങൾ ഒരു പുതിയ ഫ്ലൂട്ട് തരാന്ന് പറഞ്ഞത്. ആ ശരിയാ, ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. സമയോ 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 ആ. സമയോ, സ്കൂളിൽ പോണില്ലേ? നീ എവിടെ പോന്നു? ചേട്ടന്റെ സഞ്ചി മണ്ഡപത്തിൽ കൊണ്ട് വെച്ചിട്ട് വരാൻ. ഈ സഞ്ചി ഞൊന്നുകൊണ്ട് അത്രയും ദൂരം പോയി തിരിച്ച് ഇത്രയും ദൂരം വന്ന് നീ സ്കൂളിൽ എത്തുമ്പോഴേ നേരെ കിട്ടും. മാസ്റ്ററുടെ കയ്യിൽ നിന്ന് ചുട്ട് അടിയും കിട്ടും. ഞാൻ അവിടേക്കാ പോണത്. ആ സഞ്ചി ഇങ്ങോട്ട് താ. ഇതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞാ പോരായിരുന്നോ? ഈ സഞ്ചിയെ മണ്ഡപത്തിൽ കൊണ്ട് വെച്ചിട്ട് വന്ന്. പോ മോളെ, നിനക്ക് ജീവിക്കാൻ അറിയില്ല. അയ്യോ ഓ, അയ്യോ അയ്യോ.
ഡേവിഡ് സാർ, ഡേവിഡ് സാർ, എന്താ ഇവിടെ ഉണ്ട്? വാ. നമസ്കാരമുണ്ട്. നമസ്കാരം അങ്കിൾ. ഇപ്പോഴും ലേറ്റായല്ലേ? ക്ഷമിക്കണം. ഇത് പറഞ്ഞാ പോരാ, സമയത്തിനെത്താൻ പഠിക്കണം. ഇതെന്താന്ന് ബനാറസിൽ നിന്ന് നിനക്കായിട്ട് വരുത്തിയതാണ്. ചൗരസിയെ പോലെ ഇതിൽ നീ പേരെടുക്കണം. ഇതിൽ മാത്രം ലേറ്റാവാൻ പാടില്ല. ബഷീർക്ക, എന്റെ ചേട്ടൻ വന്നില്ലേ? ചേട്ടാ, സമീു, ചേട്ടാ, ഡേവിഡങ്ങൾ എന്താ കൊടുത്തിരിക്കുന്നെന്ന് കണ്ടോ? ഹായ്, കൊള്ളാമല്ലോ. വാ. സുകുമാരേട്ടാ, എന്റെ ചേട്ടന്റെ ഫ്ലൂട്ട് പൊട്ടിച്ച് നശിപ്പിച്ചു അല്ലേ? വേറെ കിട്ടില്ലെന്ന് വിചാരിച്ചു. എന്താ? ഒന്നുമില്ല ചേട്ടാ, വരൂ. പാട്ടൊന്നു പാടിടുന്നു ഞാൻ, അതിൽ ഒരു കാര്യം ഓർത്തിടുന്നു ഞാൻ. ഈ ശിലകൾ തൻ ഹൃദയം കാട്ടിടാം, നിങ്ങൾ കേൾക്കാത്ത പലതും ചൊല്ലിടാം. ആഹാ, പാട്ടൊന്നു പാടിടുന്നു ഞാൻ, അതിൽ ഒരു കാര്യം ഓർത്തിടുന്നു ഞാൻ. ഈ ശിലകൾ തൻ ഹൃദയം കാട്ടിടാം, നിങ്ങൾ കേൾക്കാത്ത പലതും ചൊല്ലിടാം. നീലക്കല്ലിൽ കവിത കാണാൻ, പാറകൾ തൻ കഥകൾ കേൾക്കാൻ പോരൂ പോരൂ മാലോകരെ, ഹായ് പോരൂ പോരൂ മാലോകരെ. ഈ തിളങ്ങുന്ന ശിലയൊന്നിൽ ഇരിക്കുന്നു വാണി, ഈ തിളങ്ങുന്ന ശിലയൊന്നിൽ ഇരിക്കുന്നു വാണി. വരവീണ മൃദുപാണി വനരുഹലോചനറാണി, വരവീണ മൃദുപാണി വനരുഹലോചനറാണി. എന്തു പറ്റി? എന്താ പിള്ളേർക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കാതെ എന്താ അങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്? എന്തുണ്ടായിന്ന്? മുത്തച്ഛ, എന്താ മോളെ? എന്താണെന്ന് അറിയില്ല, ഇതാ ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്നു. നിർത്തടാ, നിർത്താൻ. ഇതിനിപ്പോ എന്തുണ്ടാടാ ഇങ്ങനെ നിന്ന് മോങ്ങാൻ? മോങ്ങും. ഇവിടെ ചത്തുപോയ കൂടെ രണ്ടിച്ച് കണ്ണീര് വീഴ്ത്താൻ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരാടാ ചത്തത്? ഈ വീട്ടിലെല്ലാവരും ആനക്കുട്ടികളെ പോലെ അല്ലയോ ഇരിക്കുന്നത്? കാരണമുണ്ട്. മിലിറ്ററിയിൽ മരിച്ച ജവാന്മാരുടെ രക്തസാക്ഷി ദിനമാണിത്. പട്ടാളത്തിൽ ചത്തുപോയി കിട്ടുന്നതിന് വിചാരിച്ച് കരഞ്ഞുപോയതാ. ചുമ്മാതിരിക്കണം. കുട്ടികൾ എന്തെന്നറിയാതെ പേടിച്ചിരിക്കുന്നു. പഠിപ്പിക്കാനുള്ള വഴി നോക്ക്. നീ എന്റെ അടുത്ത് പാഠം പഠിക്കാൻ വരണ്ട. ഓ, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നീ എങ്ങനെ വെളിയിൽ ഇറങ്ങിപ്പോകും? എനിക്ക് അത്രയ്ക്ക് വിലയില്ലേ? തെറ്റായി പോയി മാസ്റ്റർ, ഇനി ഇത് ആവർത്തിക്കില്ല, ക്ഷമിക്കണം. നീ ചുമ്മാതിരി, അവൾ മാപ്പ് ചോദിക്കട്ടെ. എന്തിനാ മാപ്പ് ചോദിക്കുന്നേ? കുറെ നേരമായിട്ട് ഞാൻ നോക്കുന്നു, പേപ്പട്ടി കുറയ്ക്കുന്ന പോലെയോ കിടന്ന് കുറയ്ക്കുന്നേ. എന്താ മോളെ, എന്തിനാ പോയത്? എപ്പ പോയി? ബെല്ല് കേട്ടതിന് ശേഷം പോയത്. എന്നിട്ടും കുറച്ചേരം ഞാൻ അവിടെ നിന്നു. പിന്നെ ചേട്ടനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അതുകൊണ്ട് ബെല്ലടിച്ച ഉടനെ പോണോ? എടാ, ബെല്ലടിക്കുന്നത് വെളിയിൽ പോകാനാ, അല്ലാതെ മരമൊന്നും കണ്ടോണ്ടിരിക്കാനല്ല. മോങ്ങാതെ പോയി പഠിപ്പിക്ക്. നീ പോ മോളെ,
എന്റെ സ്റ്റുഡന്റിനെ കൂടെ വഴക്ക് പറയാൻ പാടില്ലേ? വഴക്ക് പറഞ്ഞ കുറ്റം, കരഞ്ഞോണ്ടിരുന്ന കുറ്റം, പാടിക്കൊണ്ടിരുന്ന കുറ്റം. നാശം. ഈ വീട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ല. I'm sorry. I don't want any more explanations. I sent a telex confirming this program and you acknowledged it. Didn't you? Yes, madam. Yes? Yeah. Then what's the problem? I want 5 more double bedrooms by this evening. Okay? Okay. 5 more rooms. Okay, madam. That's all right? And quickly. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതാരാ ശിവ മാലപ്പടക്കം പോലെ പൊട്ടുന്നത്? ഇന്നൊരു ടൂറിസ്റ്റ് ബസ് വന്നിട്ടുണ്ട്. അവരൊരു ഇന്റർനാഷണൽ ഗൈഡാണ്. മിസ് ജ്യോതിർമയി. ലോകം മുഴുവൻ ചുറ്റിയവളാണ്. പരിചയപ്പെടണോ? എനിക്ക് ലോക്കൽ ഗൈഡായ മതി. നോക്ക് ശിവ, ഇപ്പൊ നീ എനിക്കൊരു സഹായം ചെയ്തില്ലെങ്കിൽ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് എനിക്ക് നാട് വിട്ട് ഓടിപ്പോകേണ്ടി വരും. എന്തിന്? വേറൊന്നുമില്ല, അവനില്ല ആ കണ്ണുകുട്ടൻ ഹരി, അവൻ എന്റെ വയറ്റ് തടിക്കുക, നീ അവന്റെ വയറ്റ് തടിക്കണം. എങ്ങനെ? വേറൊന്നുമല്ല, നിന്റെ ഡ്രംസും അവന്റെ ഫ്ലൂട്ടുമായിട്ട് കോമ്പറ്റീഷൻ. ഞാൻ എങ്ങനെ അവനെ വലിച്ചുകൊണ്ടുവന്ന് നിന്റെ മുന്നിട്ട് വരാം. എങ്ങനെ നീ ജയിക്കും? നിബന്ധന പ്രകാരം അവൻ നാട് വിട്ടു പോകും. പിന്നെ ഞാൻ തന്നെ രാജാവ്, ഈ പ്രദേശത്തെ ഏക ഗൈഡ്. നീ ജയിക്കണേ ശിവ. ഷുവർ. താങ്ക് യു വെരി മച്ച്. അതൊന്നും നടപ്പില്ലെന്ന് നീ ആരാന്ന് പറയാൻ? ഹരി പറയട്ടെ, ഞാൻ ഒരു പേടിച്ചുണ്ട്. ഞാൻ ഈ പഞ്ചായത്ത് ചേർത്തില്ല. ഞാൻ മിണ്ടാ പോയിക്കോളാം. അത് മാത്രം പറയില്ല. അപ്പൊ പിന്നെ എങ്ങനെ പറയും? ഓരോന്നും പറയാൻ പറ്റില്ല. ഇതെന്തോ ചൂട് പിടിപ്പിക്കാം. ഞാനിതൊന്നും ചൂട് പിടിച്ചു. പിന്നെ എന്തോന്ന്? നിങ്ങൾ എല്ലാരും ചേർന്ന് തീക്കൊന്നുണ്ടാക്കാം, എന്നിട്ട് പെട്രോൾ ഒഴിക്കാം. പൊങ്ങുന്ന തീക്കനുസരിച്ച് അരി ഫ്രൂട്ട് വായിക്കാം. പോടാ. ശിവമണി വായിക്കുന്നില്ലേ? അവനത് നോക്കി വായിക്കാം. ഞാൻ അതല്ലേ പറയുന്നത്. കഴിയില്ലെന്ന് അവൻ പറയട്ടെ, ഞാനങ്ങ് പോയിക്കോളാം. ചേട്ടാ, നമുക്ക് ഈ പന്തയം വേണ്ട. സമയു, നമ്മൾ മുത്തച്ഛന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന പണമില്ലേ, അത് വാങ്ങിട്ട് വരൂ. ഹരി, അനക്കെന്തത്ര നിർബന്ധം? ഇത് പന്തമല്ലെന്ന്, ചതി. ഒരു വെടിക്ക് 2 പക്ഷി. ഇജ്ജ് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം അത്ര അടിക്കുകയും വേണം, ഒരു തടസ്സമില്ലാതെ നാട് കടത്തുകയും വേണം. മുത്തച്ഛ, എന്തോ കുഴപ്പം ഇതിലുണ്ട്. നിർത്താതെ മൃതകം വായിക്കുക, നിർത്താതെ നൃത്തം ചെയ്യുക, നിർത്താതെ കച്ചേരി നടത്തുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്തൊരു ഭയങ്കര പന്തയമപ്പ. അതെ മുത്തശ്ശ, എനിക്കെന്ത് പേടി തോന്നുന്നു. അതാ എനിക്കും പേടി. നീ ചുമ്മാ സമയൂ, ഈ മടയൻ ഇങ്ങനെയൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കും. മടയനെന്ന് വിളിക്കുന്നോ? ചുണ്ടക്കാവൻ ഒരു ഓടക്കുഴൽ വെച്ചുകൊണ്ട് അഗ്നിജ്വാലകളുടെ ആരോഹണം അവരോഹണം, അതിനനുസരിച്ച് ഒരു അന്ധൻ എങ്ങനെയാണ് നാദം കൊണ്ട് ചെയ്യിക്കുന്നത്? എടാ, അവൻ ചെയ്യാൻ കഴിയും, അവന് സിദ്ധിയുണ്ട്. നീ നിന്റെ ഒരു അഭിപ്രായം പോരാ, അവന്റെ ഒരു കണ്ടുപിടുത്തം. നീ വാ മോളെ. ഞാൻ അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന സംഗീതത്തെ പറ്റി പോലും എനിക്ക് പറയാൻ പാടില്ലെന്ന്. അവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച രൂപയെല്ലാം നിങ്ങൾ എല്ലാവരും കൂടി തീയിലിട്ട് എരിച്ചു കളയുന്നല്ലോ. നാശം. മാഡം 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 മാഡം, മൈ റിക്വസ്റ്റിംഗ് ഈ പ്രിസൈഡിംഗ് മാഡം. എന്തിന്? കോമ്പറ്റീഷൻ മാഡം. ഈ കനലിന് മീതെ ഐ വിൽ ബി പെട്രോളിംഗ്. സോ നാച്ചുറലി തീ ജ്വാല അപ്പ് ആൻഡ് ഡൗണിംഗ്. അതനുസരിച്ച് കറക്റ്റ് ആയിട്ട് ശിവരാമ ഈ ഡ്രംസിന് മീതെ അപ്പ് ആൻഡ് ഡൗണിംഗ്. അത് നോക്കി ദാറ്റ് ഫെലോ, ആ കണ്ണുപൊട്ടൻ ബ്ലൈൻഡ് മാൻ ഹരി, ഫോർ ദി സെയിം അപ്പ് ആൻഡ് ഡൗണിൽ ഫ്ലൂട്ട് അങ്ങനെ വായിക്കണം. ദിസ് ഇസ് ദ കോമ്പറ്റീഷൻ മാഡം. ഓ, ഹീസ് ഓക്കെ. ബട്ട് കണ്ണ് കാണാത്തയാൾ എങ്ങനെ വായിക്കും? വായിക്കാമെന്ന് പറയുന്നല്ലോ. റെഡി അല്ലേ ഹരി? റെഡി? അശോക്, സ്റ്റാർട്ടിംഗ് മാഡം. പ്ലീസ് ടേക്ക് ദിസ് ഇൻ വീഡിയോ. ഓക്കെ മാഡം.
സൂപ്പർ, വളരെ നന്നായിട്ടുണ്ട്. നോക്കൂ, ഈ ചേട്ടന്റെ ആഗ്രഹം തന്നെ ഒരു വലിയ സംഗീത വിദ്വാൻ ആകാനാ. അതിനു വേണ്ടി എന്തും ചെയ്യും. ഏയ് ഛെ. കേട്ടില്ലേ, ഈ ക്യാപ്സ് എല്ലാം നിങ്ങൾക്കുള്ളതാ. ഇതെന്തോന്നാ, അവസരം ലഭിച്ചാൽ എന്ത് സഹിച്ചും ചൗരസ്യയെ പോലെ ഓൾ ഇന്ത്യ പ്രശസ്തി ഞാൻ നേടിയെടുക്കും. കേട്ടോ ചേട്ടാ, ഈ ചേച്ചിയെ പോലെ നാട് മുഴുവൻ ചുറ്റണമെന്നാണ് എന്റെ ആഗ്രഹം. അതിപ്പോ ആഗ്രഹിക്കാന്നല്ലാതെ ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? ഏയ് നിങ്ങൾക്ക് എന്റെ കൂടെ വന്നുകൂടെ? നിങ്ങളെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കൊണ്ട് ചുറ്റിക്കാണിക്കാം. എനിക്ക് കാണാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ കണ്ണിലൂടെ ഞാൻ ഈ ലോകം കാണും. പൂക്കാലം തേടി പോകുന്നു, പുലർകാലം തേടി പോകുന്നു, ഓ പൈങ്കിളി പാടി, കനവെല്ലാം കതിരുകൾ ഓ പൈങ്കിളി പാടി. കോവിലിൽ നീയില്ലെന്ന് ഓ പൈങ്കിളി പാടി, ഹൃദയം നിൻ കോവിലെന്ന് ഓ പൈങ്കിളി പാടി, നാടേറെ കണ്ടുവരുന്നു ഓ പൈങ്കിളി പാടി. എങ്ങെങ്ങും നീയുണ്ടെന്ന് ഓ പൈങ്കിളി പാടി. താങ്ക് യു. എന്താ ഹരി, സർ, എങ്ങനെയുണ്ട് യാത്ര? സുഖമായിരുന്നോ? സുഖമായിരുന്നു സർ. ആ, നേരത്തെ പാടിയ പാട്ട് വളരെ നന്നായിരുന്നു. അതുപോലെ 4-5 നാടൻ പാട്ടുകൾ ശരിയാക്കി വെച്ചോ. എല്ലാം ചേർത്ത് ഒരു റെക്കോർഡ് നമുക്ക് ഇറക്കാം. ഗുഡ് ഐഡിയ. ഹരി, ഇദ്ദേഹത്തെ വിടാതെ പിടിച്ചോ, രക്ഷപ്പെടും. വലിയ റെക്കോർഡിംഗ് കമ്പനി മാനേജിംഗ് ഡയറക്ടറാണ്. നിങ്ങളുടെ ഭാഗ്യം. ഏയ് വേണ്ട വേണ്ട. കളിയാടാൻ കരൾ നിറയെ കഥ പറയാൻ. സമയു, സമയു, ആ, ഇവിടെ വാ, നമുക്ക് ഒരുമിച്ച് പാടാം. വന്നതല്ല ഞാൻ തോഴി, ഇപ്പോഴല്ല പാടാൻ പറഞ്ഞത്. കളിയാടാൻ കരൾ നിറയെ കഥ. നമുക്ക് അപ്പ പാടിയാ മതി. രേണു, രേണു, എന്തിനാ ഇത്ര പിടിവാശി? എന്താ മോളെ? എത്ര പേര് അത്രയും കഴിച്ചാൽ മതി? നോക്കൂ അച്ഛാ, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. വൃന്ദാവനത്തെ പറ്റി പുതിയ പാട്ട് കേൾക്കണമെന്ന് കിടന്ന് ബഹളം വെക്കുക. നോക്ക് രേണു, നമുക്ക് നാട്ടിൽ ചെന്നിട്ട് തീർച്ചയായും പുതിയ കാസറ്റ് ഉണ്ടാക്കാം. എല്ലാം കള്ളമാ, ഈ പറയുന്ന എല്ലാം കള്ളമാ. ഇല്ല കുട്ടി, നീ ആദ്യം പോയി ഭക്ഷണം കഴിക്കേ. ഞാനല്ലേ പറയുന്നത്. എന്റെ പേരക്കുട്ടി രേണു വൃന്ദാവനത്തെ വർണ്ണിച്ച് എത്ര പാട്ട് കേട്ടാലും മതിയാവില്ല അവൾക്ക്. വൃന്ദാവനം കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടിരിക്കും. അവൾക്ക് എങ്ങനെ കാണാൻ പറ്റും? അത് കാണാനുള്ള ഭാഗ്യം ദൈവം അവൾക്ക് കൊടുത്തില്ലല്ലോ. എന്താ ചില്ലങ്കി ശബ്ദം? എനിക്ക് സംഗീതം എന്ന് വെച്ച ജീവന, അതുകൊണ്ട് എപ്പോഴും ഞാൻ താളം കൊട്ടിക്കൊണ്ടേ നടക്കും. ഓഹോ, അങ്കിളിന്റെ പേര് ഹരിന്നോ അതോ കൂടെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചെറിയ ആളല്ലേ, അതുകൊണ്ട് ചെറിയ പേര് വെച്ചു. അപ്പോ അങ്കിള് എന്റെ അത്ര ഉള്ളോ? ആ രേണു, സൂക്ഷിച്ചു. നമ്മളിപ്പോ എവിടെയാ? നമ്മളിപ്പോ വലിയൊരു തോട്ടത്തിലാണ്. എന്ത് തോട്ടം? മാന്തോട്ടോ? ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ. മാവുണ്ട്, പ്ലാവുണ്ട്, പുളിയുണ്ട്, ഒരു വശത്ത് വലിയ കുളം, അതിൽ നിറച്ചാമ്പൽ, താമര എല്ലാം ഉണ്ട്. നല്ല രസമായിരിക്കും അല്ലേ? ആ ഇതുപോലെ ഭംഗിയുള്ള ഇനിയും ഉണ്ട് ഇവിടെ. അപ്പൊ ഈ താജ്മഹൽ ഇതിന് വലിയ ഭംഗിയുണ്ടോ അങ്കിൾ? അങ്കിൾ, 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 രേണു, അങ്കിൾ, അതെല്ലാം മനുഷ്യനിർമ്മിതമല്ലേ, അതിന്റെ ഭംഗി ഒന്ന് വേറെ. എനിക്കിതെല്ലാം പറഞ്ഞുതരാൻ ആരുമില്ല. നിനക്കിതെല്ലാം ഞാൻ പറഞ്ഞു തരാം. മാത്രമല്ല വൃന്ദാവനത്തെ പറ്റിയും പറയാം. പ്രോമിസ്? പ്രോമിസ്. താങ്ക് യു അങ്കിൾ. Everything should be ready, okay? Look here, please. ഇവിടുത്തെ സൂര്യോദയം കാണാൻ വളരെ ഭംഗിയാണ്. പക്ഷെ അവിടെ എത്തണമെങ്കിൽ 20 കിലോമീറ്റർ പോകണം. കാണണമെന്നുള്ളവർ പുലർച്ചെ 4 മണിക്ക് റെഡിയാവണം. Is that okay?
അല്ല, നമസ്കാരം ചേച്ചി. നിങ്ങൾ രണ്ടുപേരെ വന്നുള്ളൂ? അതെ ചേച്ചി. എല്ലാരും വന്നില്ലെങ്കിൽ നമുക്ക് പോകാനൊക്കില്ലേ? ഞങ്ങളെ മറന്നുപിടി ഇട്ടേച്ച് പോകുമെന്ന് ഭയന്ന് രാത്രി മുഴുവൻ ചേട്ടൻ ഈ ബസ്സിനകത്ത് ഒരേ ഇരിപ്പായിരുന്നു. Is it so? We will go. Come, sit down, please. നീ ഇരിക്ക്. ഡ്രൈവർ, ചേട്ടാ, അവിടെ സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുക. ഹരി, സൂര്യോദയം എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്കറിയണോ? ഒന്ന് പറയൂ. സൂര്യൻ ഇങ്ങനെ ഇരിക്കും. That's right. മേഘങ്ങൾ തെന്നി മാറുമ്പോൾ ഇങ്ങനെ ഇരിക്കും. കുറെ നേരം ആ കിരണങ്ങൾ കടലലകളിൽ ഇങ്ങനെ തത്തിക്കളിച്ചുകൊണ്ടിരിക്കും. ഭൂമി മെല്ലെ മെല്ലെ ഇങ്ങനെ ചൂട് പിടിക്കും. ഇലകളെ മുത്തമിടുന്ന മഞ്ഞുതുള്ളികൾ മെല്ലെ മെല്ലെ ഉരുകി ആവിയായി പോകും. നിന്റെ ചേട്ടൻ സാധാരണക്കാരനല്ല കുട്ടി. അവൻ പാട്ടുകാരൻ മാത്രമല്ല, എത്ര മധുരമായാണ് അവൻ ഭൂപാളരാഗ് ഇപ്പോൾ വായിച്ചു നോക്കൂ. എവിടെ നിന്നെങ്കിലും ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട്? ഏയ്, വെറും പാട്ട് പാടാനല്ലാതെ ഇതുപോലൊന്നും അറിയില്ലായിരുന്നു. ജ്യോതി ചേച്ചി സൂര്യോദയത്തെ കുറിച്ച് കണ്ണിൽ കാണുന്ന മാതിരി പറഞ്ഞു കൊടുത്തു. സൂര്യൻ എങ്ങനെയിരിക്കും, ഉദയം എങ്ങനെയിരിക്കും എന്നൊക്കെ ഇങ്ങനെ തൊട്ട് തൊട്ട് പറഞ്ഞു കൊടുത്തു. അത്ര തന്നെ. അതിനുശേഷമാണ് ഇങ്ങനെ വായിക്കുന്നത്. ഇത് സാധാരണ രാഗമല്ല മോളെ. അവനുണ്ടായ അനുഭൂതിയിൽ അവന്റെ മനസ്സ് നടത്തുന്ന ആനന്ദ താണ്ഡവം. ചേട്ടാ, രേണുവും ജഗന്നാഥനങ്ങളും വന്നിരിക്കുന്നു. ഹരി, ഭൂപാളരാഗ് എത്രയോ പേർ വായിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുപോലെ അനുഭവിച്ച് വായിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടേയില്ല. അത് ഭൂപാള രാഗമാണെന്ന് എനിക്ക് അറിയില്ല സർ. പേരറിയേണ്ട ആവശ്യമില്ല. ഒരു സൂര്യോദയത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ഇത്രയും ഭംഗിയായി വായിക്കുന്ന നീ ഈ ലോകത്തിലുള്ള മൊത്തം പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നിനക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നീ എവിടെ എത്തുമായിരുന്നു? അത് 25. ഓ, എന്താ ഹരി? താങ്ക് യു. സൂര്യോദയം പോലെ ഇനി എന്തെങ്കിലും പറഞ്ഞു തരൂ. അത് കേട്ട് ഇനിയും എനിക്ക് രാഗങ്ങൾ ഉണ്ടാക്കണം. ഇരിക്കൂ. വേണ്ട വേണ്ട, നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. എനിക്കെന്ത് ബുദ്ധിമുട്ട്? എന്നാൽ എനിക്ക് പ്രകൃതിയെ പറ്റി ഇനിയും അറിയാൻ ആഗ്രഹമുണ്ട്. ഇടിമുഴക്കമോ? അതെ. വെയിലത്ത് മഴ പെയ്താൽ കാണാൻ ഭംഗിയില്ലേ? ഭംഗിയുണ്ടാവുമെന്ന് ചോദിച്ചാൽ ഹരി, നിങ്ങൾ ഏതെങ്കിലും പെൺകുട്ടിയെ പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. പോട്ടെ, ഏതെങ്കിലും പെൺകുട്ടിയെ തൊട്ടിട്ടുണ്ടോ? അയ്യോ,
അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വളരെ എളുപ്പമാണ്. ഞാൻ പ്രകൃതി, നിങ്ങൾ പുരുഷൻ. ആ ഇടിമുഴക്കം എന്താണെന്നറിയോ? പുരുഷന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ ഹൃദയമിടിപ്പാണ്. പുരുഷനെ കണ്ട ഉടനെ പ്രകൃതിയാകെ രോമാഞ്ചം കൊണ്ട് ജ്വലിക്കുന്നു. അതാണ് മിന്നൽ. കം. ഇങ്ങനെ വരണ്ടു കിടക്കുന്ന ഭൂമിയിൽ മഴത്തുള്ളികൾ വീഴുമ്പോൾ പ്രകൃതിയാകെ ഇതുപോലും വികാരതരളിതയാവുന്നു. ഈ മഴയിലാണ് മയിൽ പീലി വിരിച്ച് ഇങ്ങനെ നൃത്തം ചെയ്യുന്നത്. ഈറനണിഞ്ഞ നീലാകാശം നാണത്തെ 7 നിറങ്ങളുള്ള ആട കൊണ്ട് മറയ്ക്കുന്നു. വയലറ്റ്, കരിനീലം, നീലം, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. ഇതിനെയാണോ മഴവില്ലെന്ന് പറയുന്നത്? ആ, അതെ ഹരി, അതാണ് ഇന്ദ്രധനുസ്. സാർ, അല്ല ഹരി, ഇതെന്താ ഈ അസമയത്ത്? ഇത് ഏത് രാഗം സാർ? ചിരിച്ചു 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 ഒരു മഴ നിര നിരക്കുളിരിഴയിടുന്നു. പൊഴിഞ്ഞു 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 പുതുമഴ കരളിൽ കളകളം പൊഴിപ്പൂ. ആഷാഢമാസത്തിനളി നീല ചിറകുള്ള മേഘങ്ങൾ നൽകുന്നൊരാലാപനം. ആഷാഢമാസത്തിനളി നീല ചിറകുള്ള മേഘങ്ങൾ നൽകുന്നൊരാലാപനം. മേഘങ്ങൾ നൽകുന്നൊരാലാപനം. ചിരിച്ചു 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 ഒരു മഴ നിര നിരക്കുളിരിഴയിടുന്നു. പൊഴിഞ്ഞു 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 പുതുമഴ കരളിൽ കളകളം പൊഴിപ്പൂ. ആഹാ, കേട്ടില്ലേ മോളെ? നീ കൊടുത്ത പ്രചോദനം അവനിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കിയത്? എത്ര മനോഹരമായി സംഗീതം ആലപിച്ചിരിക്കുന്നു. Don't say that. ഞാൻ എന്ത് ചെയ്തു? നോക്കൂ മോളെ, ഒരു കലാകാരനാകണമെങ്കിൽ ജന്മന ഒരു സിദ്ധി വേണമെന്ന് കേട്ടിട്ടുണ്ട്. ഉറങ്ങിക്കിടന്ന കലാകാരനെ തട്ടി നോക്കുന്നതിന് ഒരാളുടെ സഹായം ആവശ്യമായിരുന്നു. ആ ജോലി നീ ചെയ്തു തീർത്തിരിക്കുകയാണ്. നല്ല കാര്യം. ഞാനാരെ സംഗീതം പഠിപ്പിക്കാൻ? സരിഗമോട് എനിക്കറിയില്ല. അത് പഠിച്ചവന് ശാസ്ത്രം ശരിയായിട്ട് അറിയാമായിരിക്കാം, വലിയ വിദ്വാനുമായിരിക്കാം. എന്നാൽ സ്വന്തം അനുഭൂതിയിലൂടെ സ്പന്ദിക്കുന്ന ഹൃദയത്തിൽ നിന്ന് താനേ പൊങ്ങി വന്ന കലയാണ് ജീവകല. അത് നീ കൊടുത്തതാണ്. അവന്റെ ഉള്ളിലെ കലയ്ക്ക് നീ ജീവൻ നൽകി. അതൊരു തപസ്സായിട്ടെടുത്ത് വളർത്തിക്കൊണ്ടുവന്നാൽ അവനിലെ കലാകാരൻ എവിടെയോ എത്തും. ഹലോ ഹരി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അവിടെ നിൽക്കൂ, നിങ്ങളുടെ ഫോട്ടോ എടുക്കാം. ആ, എടുക്കൂ.
ഇനി ഒന്നുകൂടി. ഓ എടുക്കൂ. ഹരി, പോസ് നന്നായിട്ടുണ്ട്. അതിലിനി ഫിലിമുണ്ടോ? ഉണ്ടല്ലോ. എന്തിനാ? അത് എന്റെ കയ്യിൽ തരും, ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുക്കാം. എന്റെ ഫോട്ടോ? എവിടെ നോക്കണം, എവിടെ ക്ലിക്ക് ചെയ്യണം പറഞ്ഞു തരൂ പ്ലീസ്. ഇതിലൂടെ നോക്കണം, ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ നോക്കണം അല്ലേ? യെസ്, ഇതിൽ ക്ലിക്ക് ചെയ്യണം അല്ലേ? ദാറ്റ്സ് റൈറ്റ്. നിങ്ങൾ അവിടെ നിൽക്കൂ, എന്നെ പോലെ നന്നായിട്ട് പോസ്റ്റ് ചെയ്യണം കേട്ടോ. ജ്യോതി, ഏതെങ്കിലും പാട്ട് പാടൂ. പ്രണയവേണുവില്ലേതേതു സ്വരമോ ഹൃദയഭൂമിയില്ലേതേത് ലയമോ പ്രണയവേണുവില്ലേതേതു സ്വരമോ ഹൃദയഭൂമിയില്ലേതേത് ലയമോ ഏതേത് സ്വരമോ ഏതേത് ലയമോ ഏതേത് സ്വരമോ ഏതേത് ലയമോ എൻ ചേതന ചിറകുകൾ നേടും ഞാൻ വാനിന്നതിരുകൾ തേടും നീ കൂടെ വരുകയില്ലേ ഉയിരിനു താളം തരുകില്ലേ പ്രണയവേണുവില്ലേതേതു സ്വരമോ ഹൃദയഭൂമിയില്ലേതേത് ലയമോ ഏതേത് ലയമോ കടലിൻ കുളിരലകൾ കരതൻ മണിമാറിൽ തഴുകി പടരുമ്പോൾ പുളകം പകരുമ്പോൾ കടലിൻ കുളിരലകൾ കരതൻ മണിമാറിൽ തഴുകി പടരുമ്പോൾ പുളകം പകരുമ്പോൾ അണയൂ നീ പ്രിയമെഴും അനുരാഗമേ നിറയൂ നീ എന്നിൽ സുഖരാഗമേ പ്രണയവേണുവില്ലേതേതു സ്വരമോ ഹൃദയഭൂമിയില്ലേതേതു ലയമോ ഏതേത് ലയമോ അങ്ങനെയാ ജ്യോതി ചേച്ചി ചേട്ടനെ എത്രമാത്രം മാറ്റിയെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ നോക്കൂല. അതിനുശേഷം ഋഷികളെ പോലെ ഒരു തേജസ് മുഖത്തുണ്ടായി.
പാടിയാലും വായിച്ചാലും ദേവതകൾ പുഷ്പവൃഷ്ടി നടത്തുന്ന പോലൊരു പ്രതീതി. ആ രേണുവില്ലേ എപ്പോഴും വൃന്ദാവനം പാട്ട് കേൾക്കണമെന്ന് ബഹളം വെച്ച് നടന്നിരുന്ന കുട്ടി, അവളുടെ മുത്തശ്ശനാണ് ചേട്ടന്റെ ആദ്യത്തെ റെക്കോർഡ് പുറത്തിറക്കിയത്. അതിനുശേഷം ജ്യോതി ചേച്ചിയെ പറ്റി ഒരു വിവരവുമില്ല. എവിടെയോ അമേരിക്കയിലാണെന്നോ ഇംഗ്ലണ്ടിലാണെന്നോ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആന്റി, ചേട്ടൻ ഇനി ഒരു 10 ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. പുതിയ റെക്കോർഡിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്യാനാ. അതുകൊണ്ടാണ് ഗസ്റ്റ് ഹൗസിലേക്ക് മാറി താമസിക്കുന്നത്. മറ്റൊന്നും വിചാരിക്കരുതേ. ഞങ്ങളെ മറക്കാതെ ഇത്രയും ദൂരം വന്ന് കല്യാണത്തിൽ പങ്കെടുത്ത് 2 ദിവസം ഇവിടെ താമസിച്ചില്ലേ, അത് തന്നെ സന്തോഷം. പോയിട്ട് വരട്ടെ ആന്റി. പോയിട്ട് വരെ. ശരി, പോയിട്ട് വരൂ. കേട്ടില്ലേ ഗിരീഷ് അവരുടെ കഥ? ജ്യോതിയെക്കുറിച്ച് ഹരി എന്താണ് ആലോചിക്കുന്നതെന്നോ എങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് കാണുന്നതെന്നോ അവനെ അറിയൂ. ആ ജ്യോതിയോടുള്ള ഹരിയുടെ വികാരം അനുരാഗമോ ആരാധനയോ എന്ന് തീർച്ചയാക്കാതെ കല്യാണത്തെപ്പറ്റി സംസാരിക്കുന്നത് അത്ര ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ട, ഇപ്പൊ എഴുതിക്കോ. ചേട്ടാ, കാപ്പി തരട്ടെ? വരൂ ചേട്ടാ. സുഭാഷിണി. ഡിസ്റ്റർബൻസോ? ഇൻസ്പിറേഷനോ ഉണ്ടാകാം. ചേട്ടനൊരു വലിയ കോൺഫറൻസിനെ മ്യൂസിക് കമ്പോസ് ചെയ്തോണ്ടിരിക്കുക. ചേട്ടാ, ഇതാ കോഫി. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ, ഞാൻ ട്രങ്ക് കോൾ ചെയ്തിട്ട് വരാം. ചേട്ടാ, ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരണോ? സംയുനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? ഗിരീഷിന്റെ കല്യാണം കഴിഞ്ഞതാണ്. എന്റെ സംയുനൊന്ന് ആലോചിച്ചാലും. താങ്ക് യു. എന്റെ കല്യാണം അത് ഈ ജന്മം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഹൃദയത്തിൽ ദീപം കൊളുത്തി വെച്ച ആ ദേവത കരുണ കാണിക്കണമല്ലോ. എവിടേക്കാ? ശിവക്ഷേത്രത്തിൽ. ഈ പക്ഷികൾ ദേവദൂതരാണെന്നും നമ്മുടെ മനസ്സിലുള്ള എന്ത് ആഗ്രഹവും ഇവ ദൈവസന്നിധിയിൽ എത്തിക്കുമെന്നുമാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. നിങ്ങളെന്താ പ്രാർത്ഥിച്ചത്? വളരെ സന്തോഷം. നിങ്ങളുടെ ഈ കുട്ടിയുടെയും കല്യാണമാണല്ലേ? മംഗളം ഉണ്ടാകട്ടെ. ഇതായിരുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചത്?
ജ്യോതി ആ, 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 എന്റെ ജ്യോതി പ്രസാദിക്കാൻ ഞാൻ ശിവനെ പ്രാർത്ഥിക്കണമെന്ന്. ആദിഭിക്ഷുവിനോട് എന്തു ചോദിക്കാൻ, ശൂലപാണിയിൽ നിന്നും എന്തു മോഹിക്കാൻ. ആദിഭിക്ഷുവിനോട് എന്തു ചോദിക്കാൻ, ശൂലപാണിയിൽ നിന്നും എന്തു മോഹിക്കാൻ. എന്തു ചോദിക്കാൻ, ഞാൻ എന്തു മോഹിക്കാൻ. എന്തു ചോദിക്കാൻ, ഞാൻ എന്തു മോഹിക്കാൻ. ഇനിയരാഗം നെയ്ത കുയിലിന് നൽകുവാൻ ശ്യാമനിറം കണ്ടവനോട് എന്തു ചോദിക്കാൻ. ഇനിയരാഗം നെയ്ത കുയിലിന് നൽകുവാൻ ശ്യാമനിറം കണ്ടവനോട് എന്തു ചോദിക്കാൻ. ഉയരെ ഗർജിക്കും മേഘത്തിൻ മേനിക്ക് മിന്നലൊളിയേകും അവനോട് എന്തു ചോദിക്കാൻ. എന്തു ചോദിക്കാൻ, ഞാൻ എന്തു മോഹിക്കാൻ. എന്തു ചോദിക്കാൻ, ഞാൻ എന്തു മോഹിക്കാൻ. പൂപോലെ മൃദുവാകും പൈതലിനായുസ്സും നീട്ടാത്ത ദേവനോടെന്തു ചോദിക്കാൻ. പൂപോലെ മൃദുവാകും പൈതലിനായുസ്സും നീട്ടാത്ത ദേവനോടെന്തു ചോദിക്കാൻ. അജ്ഞാത ശിലകൾക്ക് വാഴുവാൻ അനുവാദം നൽകുന്ന നാഥനോടെന്തു ചോദിക്കാൻ. എന്തു ചോദിക്കാൻ, ഞാൻ എന്തു മോഹിക്കാൻ. എന്തു ചോദിക്കാൻ, ഞാൻ എന്തു മോഹിക്കാൻ. ഗിരിരാജ കന്യകയിലനുരാഗിയാക്കുവാൻ ശരമെയ്ത മദനന്റെ രിപുവിനോടായി ഞാൻ എന്തു ചോദിക്കാൻ. വരം കൊണ്ട ഗർവോടെ അറിയാതെ എതിരിട്ട ധനഞ്ജയന് തന്നെയും തുണയായ ഹരനോട് ഞാൻ എന്തു ചോദിക്കാൻ. സ്തുതിയിൽ പ്രസാദിക്കും നടരാജനോടായി ഞാൻ എന്തു ചോദിക്കാൻ. മുക്കണ്ണൻ മുൻകോപി, മുക്കണ്ണൻ മുൻകോപി മുക്തിദായകൻ നീ. ആദിഭിക്ഷുവിനോട് എന്തു ചോദിക്കാൻ, ശൂലപാണിയിൽ നിന്നും എന്തു മോഹിക്കാൻ. എന്തു ചോദിക്കാൻ, ഞാൻ എന്തു മോഹിക്കാൻ. അല്ല ഇതാര്? വാട്ട് സർപ്രൈസ്! എത്ര നാളെ കണ്ടിട്ട്. വെൽക്കം ടു ഇന്ത്യ. ആ ലഗേജ് എവിടെ? ഹോട്ടലിലാണ്. ആ, ഹൗ ആർ യു അങ്കിൾ? ഞങ്ങളെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. നീ ഇപ്പൊ നിന്നെ പറ്റി പറയൂ. പത്മേ, ജ്യോതി വന്നിരിക്കുന്നു. ഇതുവരെ നീ എവിടെയായിരുന്നു മോളെ? കുറച്ചാൾ മോസ്കോയിലായിരുന്നു, പിന്നീട് പാരീസിലായിരുന്നു ഒക്കെ പറയുന്നു കേട്ടു. ഇപ്പോഴെവിടെയാണ്? ആ, എത്ര നാളുണ്ട് ഇവിടെ? മലയാളത്തിൽ ചോദിച്ചാൽ എങ്ങനെയാണ് ചേച്ചി ഇപ്പൊ മലയാളം മറന്നു കാണും.
അച്ഛൻ വല്ല ഫ്രണ്ട്സിനോ റഷ്യനിലോ വേണം സംസാരിക്കാൻ. ഒന്ന് കളിയാക്കാതിരിക്കൂ കുട്ടി, ഇതെടുത്തോളൂ. ആ എന്താ മോളെ, ഇപ്പോഴും ഒറ്റയാണോ അതേ ഇരട്ടയായോ? ആരാണോ ആ ഭാഗ്യശാലി? അച്ഛാ, ജ്യോതി ചേച്ചി ഒരു 10 ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഹരിപ്രസാദ് ഏട്ടന്റെ റെക്കോർഡ് ചേച്ചിയെ കൊണ്ട് റിലീസ് ചെയ്യിപ്പിക്കാമായിരുന്നു. തീർച്ചയായും ജ്യോതി ഉണ്ടായിരുന്ന ഫംഗ്ഷൻ വളരെ ഭംഗിയാകുമായിരുന്നു. യു ആർ ദ റൈറ്റ് പേഴ്സൺ. അതുമല്ല അതൊരു പ്ലാറ്റിനം ഡിസ്ക് കൂടിയല്ലേ? പ്ലാറ്റിനം ഡിസ്ക് മീൻസ്? അത് ശരി, എന്തൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നതെന്ന് നിനക്കറിയില്ലല്ലോ. ആ നിന്റെ ഒരു ശിഷ്യനില്ലേ ഹരി? ഓ യെസ്, ഐ റിമെമ്പർ. ആ അവനിപ്പോൾ ആരാണെന്നറിയൂ? പണ്ഡിറ്റ് ഹരിപ്രസാദ്, വലിയ വിദ്വാൻ, പേരും പ്രശസ്തിയും നേടിയ ഭാഗ്യവാൻ. എല്ലാം നിങ്ങൾ കാരണമാണ് ഉണ്ടായതെന്ന് പറഞ്ഞ് നിങ്ങളെ സ്തുതിച്ചു നടക്കുക. ഇസ് ഇറ്റ് സർപ്രൈസിംഗ്? അത്ര വലിയ ആളായോ? ഐ മസ്റ്റ് മീറ്റ് ഹിം. കണ്ടോ മോളെ, വീടിന് പോലും നിന്റെ പേരാണ്. നമസ്തേ സാർ. ആ എന്തൊക്കെയുണ്ട്? ഹരിയില്ലേ? ഇതുവരെ വന്നിട്ടില്ല. അവിടെ തന്നെ ഇരുന്ന് മ്യൂസിക് കമ്പോസ് ചെയ്യാണ്. ഇവരാരാണെന്നറിയൂ? ജ്യോതിർമയി എന്നാണ് പേര്. നമസ്തേ. നമസ്തേ മാഡം. നമസ്തേ. നമസ്തേ. ഇരുന്നാട്ടെ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇരുന്നാട്ടെ. കണ്ടോ മോളെ, ഈ വീടൊരു ദേവാലയമാണെങ്കിൽ നീ അതിൽ കുടിയിരിക്കുന്ന ദേവതയാണ്. കണ്ടോ മോളെ, നീയേ രാഗമത്രേ, നീയേ ഭാവമത്രേ, നീയേ താളമത്രേ, നീയേ സംഗീതം, നീയേ ജീവിത സർവസ്വം. ഓരോ റെക്കോർഡും നിനക്കായിട്ടാണ് അർപ്പണം ചെയ്തിരിക്കുന്നത്. ഞാനെന്ത് ചെയ്തു? എനിക്കെന്താ എത്ര വലിയ പ്രത്യേകത? നീ നിന്റെ എളിമ പ്രകടിപ്പിക്കുമ്പോൾ തന്റെ കൃതജ്ഞത അവൻ പ്രകടിപ്പിക്കുന്നു. അതവന്റെ സംസ്കാരം. അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് പറയട്ടെ ജ്യോതി മാഡം വന്നിട്ടുണ്ടെന്ന്. വേണ്ട, ഡോണ്ട് ഡിസ്റ്റർബ് ഹിം. ഞാൻ പോയി കാണാം. എനിക്ക് വേണ്ട ആന്റി. ആന്റി ഞാനും കൂടെ വരുന്ന ആന്റി. ഹരിയങ്ങൾ പുതിയ വൃന്ദാവന പാട്ടുണ്ടായിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇപ്പൊ തന്നെ കേൾക്കണം. മുത്തച്ഛ ഞാനും കൂടി വരുന്നു. പോകാം മോളെ, എനിക്ക് ഇപ്പൊ തന്നെ പോകാം നീ. എനിക്ക് പോണം. ഓക്കെ ഓക്കെ, നമുക്ക് പോവാം. ചേട്ടാ, സുഭാഷിന് ചേട്ടന് വേണ്ടി ജ്യോതി ചേച്ചിയുടെ പ്രതിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഓ, അവരുടെ നല്ല മനസ്സുകൊണ്ടുണ്ടാക്കുന്ന ജ്യോതിയുടെ പ്രതിമ 4 ചുവരുകൾക്കുള്ളിലല്ല, ഏതെങ്കിലും ഒരു ദിവ്യ സ്ഥലത്ത് വേണം പ്രതിഷ്ഠിക്കാൻ. നിങ്ങളോ? ഇരിക്കൂ. നിങ്ങൾക്ക് 100 ആയുസാണ്. സമയം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ ജ്യോതിയുടെ ശില്പം ഉണ്ടാക്കുന്നെന്ന്. ബട്ട് നിങ്ങൾ അവരെ കണ്ടിട്ടില്ലല്ലോ. അതെ, ഇവിടെയാണ് കുടികൊള്ളുന്നത്. ഞാൻ പറയാം. ഇതിനേക്കാൾ കുറച്ച് വിശാലമായിരിക്കും. കണ്ണ് ഇതിലും ചെറുത്. കുറച്ച് നീണ്ട് കൂർത്താണ് ഇരിക്കുന്നത്.
കുറച്ചുകൂടി നീണ്ട മുഖമാണ്. അങ്ങനെയോ? ജ്യോതിയുടെ പ്രതിമയോ? സത്യമായിട്ടും എന്ത് ഭംഗിയായിട്ടാ ഉണ്ടാക്കുന്നെന്നോ. നിങ്ങളിത് കേട്ടില്ലേ? കേട്ട് കേട്ട്. ആ ജ്യോതി എതിരെ നടന്നു വന്നാൽ ഈ ഹരിക്ക് കാണാൻ പോലും കഴിയില്ല. ഈ സുഭാഷിണിയോ ആ ജ്യോതിയുടെ നിഴല് പോലും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ കണ്ണ് കാണാത്ത മനുഷ്യനെ ഊഹിച്ച് പറയുന്നത് കേട്ട് ഈ നിഴല് പോലും കാണാത്ത ഇവൾ എങ്ങനെ ശില്പം ഉണ്ടാക്കും? നാശം എന്തൊക്കെയോ നടക്കാൻ പോകും. നമ്മൾ ആരും വിചാരിച്ചിരിക്കാത്ത പോലെ ഹരിയുടെ പടം അവൾ എത്ര അർത്ഥവത്തായി വരച്ചു. അത് നിങ്ങളും കൂടെ സമ്മതിച്ചതല്ലേ? ആദ്യമേ അവശകനം പറയാതിരിക്കൂ. എന്താ വിശേഷിച്ച്? നിങ്ങളെ കാണാൻ. സത്യം? ചേച്ചി വന്നെന്റെ ചേട്ടൻ അറിഞ്ഞ എന്ത് സന്തോഷായിരിക്കുമല്ലോ. അതിന് ഹരിക്കെന്നെ ഓർമ്മയുണ്ടായിട്ട് വേണ്ടേ? എന്താ അബദ്ധമാണ് ഈ പറയുന്നേ? ചേച്ചി എത്രമാത്രം ഓർമ്മിക്കുന്നുണ്ടെന്ന് സുഭാഷ് ഉണ്ടാക്കുന്ന പ്രതിഭ കണ്ടാ മനസ്സിലാകും. വരൂ. ഞാൻ പറഞ്ഞില്ലേ സുഭാഷിനെന്ന്? ഇവരാണ്. നമസ്തേ. എന്താ പൂർത്തിയായോ? ഇപ്പൊ കാണാവോ? സംസാരിക്കാൻ കഴിയില്ല പാവം. എന്നാൽ കവിത എഴുതും, പെയിന്റിംഗ് ചെയ്യും, ശില്പങ്ങളോടെ ഉണ്ടാക്കാൻ അറിയാം. സോ സോറി. ഓക്കെ സമയം. രേണു റൂമിലുണ്ട്. അവർക്ക് ഹോർലിക്സ് വാങ്ങിക്കൊടുക്കും പ്ലീസ്. താങ്ക് യു. എന്താ ഇങ്ങനെ നോക്കുന്നത്? താങ്ക് യു. കണ്ടില്ല, കാണണം. വരട്ടെ. ഓക്കെ. ഹരി, ഹരി, ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ. എന്ത് മനോഹരമായ സ്ഥലം. ആ മണ്ഡപം നിന്റെ സംഗീതം പോലെ തന്നെ സുന്ദരമാണ്. പക്ഷെ അതിലെന്തോ കുറവുള്ളത് പോലെ. എന്റെ സംഗീതത്തിലോ അതോ ആ മണ്ഡപത്തിലോ? ആ മണ്ഡപത്തിൽ ജ്യോതിശില്പം കൂടി വെച്ചാൽ നിന്റെ മനസ്സിന് എന്തു സന്തോഷമായിരുന്നേനെ. അല്ല, ജ്യോതിയോ? 100 ആയുസ്. ജ്യോതിയോ? സുഭാഷിണി ജ്യോതിയുടെ വിഗ്രഹത്തെ എടുത്തുകൊണ്ട് വരുന്നു. ആ പ്രതിമ ശരിക്കും ജ്യോതിയെ പോലെ തന്നെയുണ്ട്. ഹരി, പ്രതിമ കാണാം, വാ. ആ ഹരി, ജ്യോതിയെ തൊട്ട് നോക്ക്. ഹരിയെങ്കിൽ എന്തേ? അതോ ഹരിയെങ്കിൽ, ഹരിയെങ്കിൽ. ചേട്ടാ, രേണു. രേണു? അങ്കിള് വരും വരുന്ന് കാത്തിരുന്ന് മടുത്തു. ഞാനോ? അതെന്ന് അന്ന് പറഞ്ഞില്ലേ വൃന്ദാവനത്തിലെ കണ്ണിനെ കുറിച്ച് പുതിയ പാട്ടുണ്ടാക്കാന്ന്. ഉടനെ റെഡിയാകും. പാട്ടുണ്ടായിക്കൊണ്ടിരിക്കുക. സമയു, എന്താ ചേട്ടാ? പ്രതിമ കണ്ടോ? നന്നായിരിക്കുന്നു. ശരിക്കും ജ്യോതി ചേച്ചി പോലെ തന്നെ ഉണ്ട്. അങ്കിൾ, എനിക്ക് വൃന്ദാവനം പാട്ട് ഇന്ന് തന്നെ കേൾക്കണം. ആകട്ടെ, ഇന്ന് രാത്രി നല്ല നിലാവുണ്ടാകും. വൃന്ദാവനത്തിലെ കണ്ണ് ഞാൻ. സമയു, രേണുവിനെ കൊണ്ടുപോകും. വാ രേണു. പതുക്കെ പതുക്കെ.
ഇപ്പൊ വലിയ ആളായിപ്പോയല്ലേ? നിനക്ക് എന്താ വേണ്ടത്? പാലോ ഹോർലിക്സോ? എനിക്ക് ഒന്നും വേണ്ട. രാത്രിയായോ? നമ്മുടെ ഇഷ്ടത്തിന് രാത്രിയാവോ? അതല്ല, ഹരിയങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു നിലാവ് വരുന്നത് മറന്നു പോയെങ്കിലോ എന്ന്. മറന്നു പോവൊന്നുമില്ല. മുരളിയൂതി ചേട്ടൻ നിലാവിന് വരുത്തും, പാട്ടുപാടി വൃന്ദാവനം കാണിക്കും. എങ്ങനെ? രാത്രിയിലെ ഹരിയെങ്കില് വൃന്ദാവനത്തിലെ കണ്ണനെ വിളിച്ചോണ്ട് വരും, നമ്മൾ പാട്ടുപാടും. ഹരിയെങ്കിൽ, ഹരിയെങ്കിൽ, ഹരിയെങ്കിൽ. രേണു സന്ധ്യയായില്ലേ? ഇനിയും ആയിട്ടില്ല.